ലോകത്തെ AI രംഗത്തെ മേധാവിത്വ പോരാട്ടത്തിനിടെ ശ്രദ്ധേയമായ സന്ദേശവുമായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്. കൃത്രിമ ബുദ്ധി ഒരു രാജ്യത്തിന്റെ മാത്രം സോളോ പെർഫോമൻസ് ആകരുതെന്നും ലോകരാജ്യങ്ങളുടെ സഹകരണത്തോടെ മുന്നേറുന്ന ഒരു സിംഫണിയായി AI മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായിൽ ആരംഭിച്ച വേൾഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു ഷി ജിൻപിങ്ങിന്റെ വിമർശനം. ഓപ്പൺ AI, ആന്ത്രോപിക് തുടങ്ങിയ പ്രമുഖ US ലാബുകൾ തങ്ങളുടെ മുൻനിര AI മോഡലുകൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ സൂക്ഷിക്കുമ്പോൾ ഓപ്പൺ സോഴ്സ് മാതൃകകളുടെ ചരിത്രപരമായ അവസരം പ്രയോജനപ്പെടുത്താൻ ലോകരാജ്യങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. AI വികസനത്തിൽ കൂടുതൽ സുതാര്യത പുലർത്താനും പ്രായോഗിക നടപടികളിലേക്ക് കടക്കാനും ചൈന സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിലിക്കൺ വാലി കമ്പനികളുടെ രഹസ്യ സ്വഭാവമുള്ള പ്രവർത്തന രീതിക്ക് ബദലായി ഓപ്പൺ വെയ്റ്റ് മോഡലുകളെയാണ് ചൈന ഇപ്പോൾ ആയുധമാക്കുന്നത്. കൃത്രിമ ബുദ്ധി രംഗത്ത് ചൈനീസ് മോഡലുകൾ അതിവേഗം US കമ്പനികൾക്കൊപ്പം എത്തുന്നതായാണ് വിപണിയിലെ പുതിയ ചലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഷി ജിൻപിങ് സംസാരിച്ച അതേ ദിവസം തന്നെ ബീജിംഗ് ആസ്ഥാനമായുള്ള മൂൺഷോട്ട് കമ്പനി തങ്ങളുടെ പുതിയ മോഡൽ പുറത്തിറക്കി. പാരാമീറ്ററുകളുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ AI മോഡലാണിത് എന്ന് കമ്പനി അവകാശപ്പെടുന്നു. സൈഡ് AI കമ്പനിയുടെ GLM 5.2 വിപണിയിൽ വൻ ചലനമുണ്ടാക്കിയ ഡീപ് സീക്ക് എന്നിവ ChatGPT, ക്ലൗഡ്, ജെമിനി തുടങ്ങിയ US മോഡലുകളുമായുള്ള സാങ്കേതിക വ്യത്യാസം ഗണ്യമായി കുറിച്ചിട്ടുണ്ട്. അതേസമയം മെറ്റ തങ്ങളുടെ ലാമ മോഡലുകൾ ഓപ്പൺ സോഴ്സ് ആക്കിയിട്ടുണ്ട് എങ്കിലും ന്യൂസ്പാർക്ക് സ്വകാര്യതമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓപ്പൺ സോഴ്സ് രീതികൾ സുരക്ഷിതമല്ലെന്നും ദുരുപയോഗം തടയാൻ കഴിയില്ല എന്നുമാണ് US കമ്പനിയായ ആന്ത്രോപിക്കിന്റെ CEO ഡാരിയോ അമോഡോയുടെ വാദം. പ്രസംഗങ്ങൾക്ക് അപ്പുറം വ്യക്തമായ തന്ത്രങ്ങളോടെയാണ് ചൈന നീങ്ങുന്നത്. സമ്മേളനത്തിന് ഒരു ദിവസം മുൻപ് ബീജിംഗ് വേൾഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന 29 രാജ്യങ്ങളുടെ സഖ്യത്തിന് രൂപം നൽകി. ഷാങ്ഹായി ആസ്ഥാനമായുള്ള ഈ സഖ്യത്തിൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ, ബ്രസീൽ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് AI ഭരണത്തിൽ വ്യക്തമായ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള 35 രാജ്യങ്ങളുടെ AI ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റ്മെന്റ് സഖ്യത്തിന് കൃത്യമായ ബദലായി ഇത് മാറി. നിലവിൽ കസാഖിസ്ഥാൻ മാത്രമാണ് ഇരുപക്ഷത്തുമുള്ള ഏക രാജ്യം. AI സംവിധാനങ്ങൾ പൂർണ്ണമായും മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും അടിയന്തര സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്നും ഷി ജിൻപിങ് ഊന്നി പറഞ്ഞു. ഒപ്പം വികസ്വര രാജ്യങ്ങൾക്കായി 5000 AI പരിശീലന സെമിനാർ അവസരങ്ങളും ചൈന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചൈന മുന്നോട്ട് വെക്കുന്ന ഈ തുറന്ന സമീപനത്തിന് ചില അതിർവരമ്പുകളുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ദേശീയ സുരക്ഷ മുൻനിർത്തി തങ്ങളുടെ പ്രമുഖ AI മോഡലുകളിലേക്കുള്ള വിദേശ പ്രവേശനം നിയന്ത്രിക്കാൻ ചൈന ആലോചിക്കുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഈ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. AI രംഗത്ത് ആഗോള സഹകരണത്തിന് ചൈന വീണ്ടും പ്രാധാന്യം നൽകുമ്പോൾ സാങ്കേതിക മേധാവിത്വം, ഡാറ്റാ സുരക്ഷ, ചിപ്പ് നിയന്ത്രണങ്ങൾ എന്നിവയെ ചൊല്ലി അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഷി ജിൻപിങ്ങിന്റെ ഈ പരാമർശങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.